90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം, സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി പേടിയോരെല്ലാം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കൊലികൾ? ഖുർആന്റെ കുളിരിടും വാക്യങ്ങൾ എന്നോട് കരളിലെ കറകൾ കഴുകിടുന്നു. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ. എന്നെ പുണരുന്ന പൂനിലാവേ, പുണ്യറസൂലിൻ തിരുവൊളിയേ, അല്ലാഹുവേ നിന്നരുളൊന്നു മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനെ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം, സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി പേടിയോരെല്ലാം. സാഫല്യം നേടി പേടിയോരെല്ലാം. സാഫല്യം നേടി പേടിയോരെല്ലാം. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് നബിദിനം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നബിദിനാശംസകൾ. ശ്രുതി മധുരത്തിന്റെ നിത്യവസന്ത വിരുന്നിലേക്ക് ടോപ്പ് സിംഗറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലുള്ള 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. വസന്ത വിരുന്നിന് സ്നേഹ നിറവുമായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ. കുട്ടിക്കുറുമ്പുകൾക്ക് കൂട്ടായി മലയാളത്തിന്റെ പ്രിയ നായകൻ വെൽക്കം മുകേഷ് അങ്കിൾ. കുട്ടിക്കുറുമ്പുകൾക്ക് കൂട്ടായി നമ്മുടെ സ്വന്തം കുട്ടീസ് വെൽക്കം കുട്ടീസ്. ശ്രുതി
അതിമധുരത്തിന് താളമേളം ഒരുക്കാൻ നമ്മുടെ സ്വന്തം ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ഹൃദയരാഗങ്ങളുടെ പൊൻവനികയിൽ സ്നേഹനാദവുമായി വൈഗക്കുട്ടി. വെൽക്കം വൈഗക്കുട്ടി ഓൺ സ്റ്റേജ്. മഞ്ഞു പേണ മരം കുളിരണ മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിര് വിൽക്കം കാറ്റേ കൂവളത്തിന് കണ്ണു പൊത്താൻ വാ മഞ്ഞണി കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താണിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലി കുരുവി. ഹലോ. ഹായ്. ഇതാരോ ഗുജറാത്തിയോ അത് രാജസ്ഥാനിയോ ഗുജറാത്തി ആണോ? ഏത് പാട്ടാ പറഞ്ഞേ? പോരെ നീ വാരണം ചന്ദ്രലേക്ക്. ഓ അതാണ് ഈ വേഷത്തില്. ഓക്കെ ഓക്കെ ഓക്കെ. ഏത് സിനിമയിലാ? കാശ്മീരം. കാശ്മീരം. ആരാ മ്യൂസിക് ഡയറക്ടർ? MG രാധാകൃഷ്ണൻ സാർ. MG സാറിന്റെ ചേട്ടനാണ്. ഓ ഓക്കെ. എന്റെ ചേട്ടൻ MGR. MG രാധാകൃഷ്ണൻ സാറാണ്. അതേ MGR. ലിറിക്സ് ആരാ? ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് പാടൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വൈകക്കുട്ടി, എന്തോ നല്ലൊരു പാട്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്തത്. മോൾ പാടി, നന്നായിട്ട് പാടി. പക്ഷേ ശ്രുതി ഒരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ ചില സ്ഥലത്തൊക്കെ നോട്ട്സ് എത്താനുണ്ടായിരുന്നു. ഫസ്റ്റ് പല്ലവിയിൽ ആ തീർത്തൊരീ രംഗഭൂവിൽ അത് ചേർന്നില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അനുപല്ലവി സ്റ്റാർട്ട് ചെയ്തില്ലേ, ഓരോ അവിടുത്തെ ശ്രുതി ചേർന്നിട്ടില്ലായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു, ചില സ്ഥലത്തൊക്കെ കേൾക്കാൻ നല്ലതായിരുന്നു. ഇത് ഏതാ രാഗം എന്നറിയാമോ? ഹിന്ദോളം. ഇഷ്ടംപോലെ പാട്ട് മലയാള സിനിമയിലും തമിഴ് സിനിമയിലൊക്കെ ഉണ്ട്. തമിഴ് സിനിമയിൽ എന്ന് പറയുമ്പോൾ റഹ്മാൻ സാർ ചെയ്ത മാർഗഴിപ്പൂവേ മാർഗഴിപ്പൂവേ ഉന്മടി മേലെ ഒരിടം വേണ്ടും ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു മാനസമേ ഇനി പാടൂ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ സാമജവരഗമന സാമജവരഗമന സാധുഹൃത്സാരസാബ്ജപാലകാലാളിത വിഖ്യാത സാമജവരഗമന. ഇങ്ങനെ കുറേ പാട്ടുകളുണ്ട്, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. മോള് പാടിയതിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സഹോദരനും നമ്മുടെ ശ്രീകുണൻ ചേട്ടൻ എന്താണ് പറയണേന്ന് നോക്കാം. മോടെ കാര്യങ്ങളൊക്കെ മധു പറഞ്ഞു. ശ്രുതി ചേരണം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അത് കറക്റ്റായിക്കോളും, ശരിയായിക്കൊള്ളും, അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം 2-3 കാര്യങ്ങൾ ഇന്ന് പാടിയതിൽ. ഒന്ന് മോടെ കോസ്റ്റ്യൂം, ഒന്ന് മോടെ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ആദ്യമൊക്കെ ചെയ്ത ചെറിയ മൂവ്മെൻറ്റ്സ്, അത് വളരെ നന്നായിരുന്നു. പിന്നെ ലിറിക്സ്, അതായത് പാടുന്ന രംഗഭൂവിൽ എന്നൊക്കെയുള്ള ആ ഭൂ അക്ഷര സ്ഫുടതയായിട്ട് തന്നെ നന്നായിട്ട് വന്നു. നല്ല ലിറിക്കൽ ഇതുണ്ടായിരുന്നു. ബട്ട് ശ്രുതി വരുമ്പോഴത്തേക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംഗതി, ആ തുണ്ടുവലയിൽ എന്തോ ഒരു സംഗതി പാടി. അതെനിക്ക് മനസ്സിലായില്ല എന്താണ്. പോട്ടെ, അത് കറക്റ്റ് ചെയ്തുകൊണ്ടാൽ മതി. ഇത് ഭരതേട്ടൻ്റെ ചിത്രമല്ല, എന്നാലും ഞാൻ ഭരതേട്ടൻ്റെ ഒരു കാര്യം പറയുകയാണ് ഇത് കേട്ടപ്പോൾ. ഹിന്ദോളം എന്ന രാഗം അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഭരതേട്ടൻ്റെ ഏത് പടം വേണേ എടുത്ത് നോക്കിയോ, ഏത് ആദ്യം തൊട്ട് ലാസ്റ്റ് ചെയ്ത ഇതിനകത്ത് വരെ പാട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് ഹിന്ദോളത്തേക്കാണ്. വേറൊരു കാര്യം പറയാൻ വന്ന് ഇതിൻ്റെ പുറകിലൊരു ചെറിയ കഥയുണ്ട്. ഇപ്പോൾ ചേട്ടൻ സാധാരണ ചെയ്യുമ്പോഴത്തേക്ക് ആരെങ്കിലും ചേട്ടനെ അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും കാണും, ഓർക്കസ്ട്രേഷൻ. ഇതിൻ്റെ BGM ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാസാഗറിനെ വിളിച്ചു. അപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് വേണ്ട, എൻ്റെ ഫ്ലാറ്റിൽ വന്ന് ചെയ്താൽ മതി എന്ന്. ഫ്ലാറ്റിൽ അങ്ങനെ ഈ ഹാർമോണിയപ്പെട്ടിയായിട്ട് പോകാറില്ല. പിന്നെ മനസ്സോടെ വിദ്യാജി സമ്മതിച്ചു. നമ്മുടെ സുരേഷ് കുമാറിൻ്റെ ഫ്ലാറ്റാണ് അവിടെ കോടമ്പകത്ത്, ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഞങ്ങൾക്ക് 2-9 കോൾ ഷീറ്റാണ്, അതിൽ പാട്ട് റെക്കോർഡ് ചെയ്യണം. ഇദ്ദേഹം ഒരു ഓപ്പണിംഗ് BGM സ്കോറൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞ് പറഞ്ഞു എനിക്ക് മുടിയാത് ഞാൻ പോറയുന്നു. പുള്ളി പോയി. അവസാനം എന്ത് ചെയ്യണമെന്ന് ഒരു അറേഞ്ചേഴ്സിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആരെയും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ വിഷമിക്കണ്ട, നമുക്ക് 2 പേർ കൂടെ ഒരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വാ കൊണ്ട് പാടിക്കൊടുക്കാം ഒരാൾക്ക്. അവിടെ കീബോർഡ് വായിക്കുന്ന മുരളി എന്ന് പറഞ്ഞിട്ടൊരാളാണ്. അങ്ങനെ ആദ്യത്തെ BGM വിദ്യാസാറും ബാക്കിയുള്ള BGMs എല്ലാം ഞാനും ചേട്ടനും കൂടെ വാ കൊണ്ട് മൂളിക്കൊടുത്തതാണ് ഇപ്പോൾ കേൾക്കുന്നത്. എനിഹൗ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാട്ടിനെ കുറിച്ച് വളരെ നല്ല രസകരമായ ഒരു കഥ കേട്ടപ്പം വളരെയധികം കൂടുതൽ കൗതുകം തോന്നി പാട്ടിനോട്. മോള് പാടിയത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയത് ഡീറ്റെയിലിംഗ് ഇനിയും കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു വ്യക്തത കുറച്ചും കൂടി വേണമായിരുന്നു എന്ന് അങ്കിളിന് തോന്നി. എന്തായാലും മോളുടെ ആ ഒരു പെർഫോമൻസിനോടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയതും കുറച്ച് മൂവ്മെന്റ്സ് ആണെങ്കിലും അതൊക്കെ ചെയ്ത നല്ല വശങ്ങൾ നിങ്ങൾ ഈ പെർഫോമൻസിൽ കൂടുതൽ സ്പോട്ട്ലൈറ്റിൽ അപ്രിസിയേഷൻ തരാം. മറ്റ് സൈഡ് മോള് തന്നെ ശരിയാക്കിയിട്ട് വാ. ഇതിനേക്കാളുമൊക്കെ നന്നായിട്ട് മോള് മുമ്പേ പാടിയിട്ടുള്ളതാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ ജഡ്ജസ് അങ്കിളെല്ലാം വളരെ ക്രിട്ടിക്കലായിട്ടായിരിക്കും പിടിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മളെ വൈകാലക്ഷ്മി എന്തോ ആ പാട്ടിനോട് അലിഞ്ഞു ചേർന്നായിരുന്നു ആ മൂമെന്റ്സ്. നൃത്തവും കൂടെ വേണമെങ്കിൽ അഭ്യസിക്കാം എന്നുള്ളതാണ് എനിക്കിവിടെ തോന്നിയത്. കാര്യം അത്ര ഗ്രേസ് ആയിരുന്നു. ഈ സിനിമ കാശ്മീരം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ വലിയ വിജയമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം മനോഹരമായ പാട്ടുകളുണ്ട്, അതിനപ്പുറം പുതുമയുള്ളൊരു കഥയായിരുന്നു. ഇതിൻ്റെ സംവിധായകൻ രാജീവ് അഞ്ചലിനെ കുറിച്ചാണ്
ഞാൻ പറയാൻ പോകുന്നത്. രാജീവ് അഞ്ചൽ ബേസിക്കലി ഒരു ശില്പിയാണ്. അപ്പോൾ അങ്കിളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവര് കുറച്ച് ഒരു 4-5 പേര് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ നമ്മളുമായിട്ടൊക്കെ വളരെ അടുപ്പമായി. അപ്പോൾ ഈ ശില്പികളൊക്കെ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, കലയൊക്കെ ഉണ്ട്, എന്താ മിമിക്രിയ, ഹാസ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് എന്തോ ശില്പിയെ, അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ ഞങ്ങളെ ആദ്യം ഞെട്ടിച്ചുകൊണ്ട് ഈ രാജീവ് അഞ്ചലിന് കൊല്ലത്ത് വിമൻസ് കോളേജിനകത്ത് ഫ്ലവർ ഷോയ്ക്ക് ഒരു ശില്പം, വലിയൊരു ശില്പം പണിയാനുള്ള ഒരു ഓഫർ വന്നു. നമ്മളത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പതുക്കെ നമ്മളൊന്ന് താഴ്ന്നു കൊടുത്തിട്ട് അപ്രൻറ്റീസായിട്ട് കയറി. രാവിലെ ഞാനും ഇത് കണക്ക് 3/4 പാൻറ്റൊക്കെ ഇട്ടിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്ലാസ്റ്റർ പാരീസ് ദേഹത്തൊക്കെ ഫുൾ അങ്ങിടും. ഇട്ടിട്ട് ശില്പത്തെ നോക്കി നിൽക്കുക. അപ്പോൾ പെൺകുട്ടികൾക്ക് അറിയുന്നില്ല ഇത് യഥാർത്ഥത്തിൽ ആരാ ശില്പി എന്നറിഞ്ഞു. നമുക്ക് ശില്പം ഉണ്ടാകാൻ അറിഞ്ഞുകൂടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ എക്സ്പ്രഷൻ ഇഷ്ടം പോലെ ഉണ്ട്. പല ആംഗിളിൽ നിന്ന് ശില്പം നോക്കുക, അവിടെ കുറച്ച് എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോവുക. ഇപ്പോൾ പെൺകുട്ടികളെല്ലാവരും ഇവിടെ ഇതിലാരാണ് ശില്പി, 5-6 പേര് ഒരേ എക്സ്പ്രഷനിൽ നിൽക്കുന്നു. അവസാനം ഫൈനൽ ഡേയുടെ തലേ ദിവസം ഒരു കാര്യമില്ലാതെ അവർ ഭാരവാഹികൾ മെയിൻ ശില്പിക്കൊരു സ്വീകരണം. അപ്പോൾ ശില്പി പ്രസംഗിച്ചു. എന്നെ സഹായിച്ച എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ നന്ദി രേഖപ്പെടുന്നു. അപ്പോഴാണ് വെറും സഹായികളാണെന്ന് മനസ്സിലായത്. അത് നമുക്കൊരു അടിയായി പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മൾ ശില്പികൾ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ തന്നെ ഒരു കല്യാണം വന്നു. ഒരു കൊല്ലത്തുള്ള വളരെ വലിയൊരു കാശുകാരൻ്റെ കല്യാണം. അയാളുടെ മകൻ നമ്മുടെ അവിടെ പഠിക്കുകയാണ്. അപ്പം വർക്കര ശിവഗിരി മഠത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അവിടെ ഇരുന്നപ്പം കൊല്ലംകാരെയും വർക്കരക്കാരെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് തിരുനെൽവേലിയിൽ നിന്നെങ്ങാണ്ട് കൊണ്ടുവന്നു ഒരു വലിയ പപ്പടം. ഊണ് ഇല മുഴുക്ക കവർ ചെയ്തിരിക്കുക. അതേ കണക്കുള്ളൊരു പപ്പടം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ജിജ്ഞാസയായി, എന്തൊരു പപ്പടം ഇത്, എന്താണിത്, ഇങ്ങനൊരു പപ്പടം ഉണ്ടോ? ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ഇതൊരു ശില്പിയുണ്ട് രാജീവ് അഞ്ചൽ എന്ന് പറഞ്ഞു, അയാളുടെ വർക്കാ, അയാൾ ഈ പപ്പടത്തിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റാന്ന് കാണിച്ചും കൂടി. കംപ്ലീറ്റ് ഈ പെമ്മക്കളുള്ള അച്ഛന്മാരെല്ലാവരും നമുക്കൊരു കല്യാണം ഉണ്ട് ഉടനെ വരും, പപ്പടത്തിൻ്റെ വർക്ക്. ഞാൻ ഈ ശില്പികൾക്ക് ഈ പപ്പടത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇൻസൾട്ടാണ്. ശില്പികൾ ഒക്കെ പപ്പടം എല്ലാം അറിഞ്ഞു, പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ശില്പിയും ആയിട്ട് ഈക്വലായി. അന്ന് നമുക്ക് തന്നതിൻ്റെ പണി അങ്ങോട്ട് കൊടുത്തു. ഫ്ലവർ ഷോയുടെ ലാസ്റ്റ് ഡേ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പം ഒരു പന്തൽ പോലൊരു സാധനം ഇട്ടിരിക്കുന്നു. അവിടെ പെൺകുട്ടികളെല്ലാം ക്യൂ നിൽക്കുന്നു. നോക്കുമ്പോൾ ഈ രാജീവ് അഞ്ചൽ അവിടെ ഇരുന്നിട്ട് 3 മിനിറ്റ് കൊണ്ട് ഓരോ പെൺകുട്ടികളുടെ പടം വരച്ചു കൊടുക്കും. ശില്പം പോരാൻ ചിത്രകലയും കൂടെ ഒരു നിവർത്തിയില്ലായപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതു. ഇന്ന് ചടയമംഗലത്ത് ജഡായി പാറ എന്നുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ലോക ടൂറിസം മാപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജഡായി പാറ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ജയലക്ഷ്മി, സീതാലക്ഷ്മി, വൈകാലക്ഷ്മി, വൈകാലക്ഷ്മിക്ക് ഇന്ന് ഞങ്ങൾ തരുന്ന ഗ്രേഡ് ഈ കുട്ടനാടൊക്കെ നല്ല കരിമീൻ കിട്ടത്തന്നെ മോളെ. ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ ഏതാണ്? മത്തി കിട്ടും. പിന്നെ അപ്പം നമുക്കൊരു മത്തി പൂക്കുറ്റി ആയാലോ? നമ്മുടെ വൈകക്കുട്ടിക്ക് ആടിയ ഒരു മത്തി പൂക്കുറ്റി. Congratulations, you are awarded a double wow. 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 താങ്ക് യു. മോഹങ്ങൾ പെയ്യുമൊരീ തീരത്ത് ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനിതളിൽ അറിയ ശലഭമായി. വൈകക്കുട്ടി ഇവിടെ വന്നേ. എന്ത് പൂക്കുറ്റിയാ കിട്ടിയത്? മത്തിപ്പൂക്കുറ്റി. നല്ല വെറൈറ്റി പൂക്കുട്ടിയായിരുന്നല്ലേ. ഇതാര് ഈ ഡ്രസ്സൊക്കെ, ഈ പാട്ടിന് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തെന്ന് ആരാ? അമ്മയാണോ? അമ്മയാണ്. ഡാൻസ് ആരാ പഠിപ്പിച്ചെന്നേ? ഡാൻസ് അമ്മ തന്നെയാണ്. അപ്പൊ ജഡ്ജസ് പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ഓർമ്മയില്ലേ? അപ്പൊ അതൊക്കെ ശരിയാക്കി നെക്സ്റ്റ് ടൈം നല്ല അടിപൊളിയായിട്ട് പാടാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. രാഗഭാവങ്ങളുടെ സ്നേഹസന്ധ്യയിലേക്ക് ഭാവഗീതവുമായി വരുന്നു കൃഷ്ണജിത്ത്. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുല്ല പൂത്തല്ലോ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവതി കാക്കതൻ
ആയി എന്നെ ശല്യപ്പെടുത്തല്ലേ. ഞാൻ എത്ര കോൺസെൻട്രേഷനിൽ കളിച്ചോണ്ടിരുന്നു. എന്നെ ശല്യം ചെയ്താൽ ഞാൻ എങ്ങനെ കളിക്കല്ലേ? ഇന്ന് പാടാൻ പോവണ്ടേ? പൊളിച്ച് അതാ ഓൺ എയർ ആയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. കൃഷ്ണജിത്ത്, സാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇല്ല. കൊറോണ ഒക്കെ അല്ലേ. പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ശരിക്കും? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ടോ ഇപ്പോൾ? ഓൺലൈൻ ക്ലാസ് ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 90+ ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ തങ്കത്തളികയും. ആരാ സംഗീതം? സംഗീതം ചെയ്തത് ജി ദേവരാജൻ. ഓ, ഓക്കെ. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. അപ്പോൾ നമുക്കൊന്ന് പാട്ട് കേട്ട് കളയാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനങ്ക മന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോൾ ഇന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാൻ എൻ്റെ കൈതരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, പുലരി പൂമുഖ മുറ്റത്തു കാലത്തു പുറംതിരിഞ്ഞിന്നു നീ നിന്നപ്പോൾ, നീ അരിപ്പൊടിക്കോലങ്ങൾ എഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നൊരഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, തുളുമ്പും പാൽക്കുടം അരയിൽ വെച്ചു നീ
തൈമാസ തമിഴ് പെണ്ണേ നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ അനങ്ക മന്ത്രമുണ്ടോ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. കൃഷ്ണ, സാർ മോൻ ഈ പാട്ട് ടോട്ടലായിട്ട് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷേ മോന്റെ ശബ്ദം മോന്റെ കയ്യിൽ നിൽക്കുന്നില്ല. ചുമയുണ്ടായിരുന്നു, അത് ആ ഇപ്പൊ മാറി ചുമയുണ്ടായിരുന്നു. വന്നതേ അത് ഇപ്പോഴും ചുമയില്ലാന്നേ ഉള്ളൂ. ശബ്ദ സ്വാതന്ത്ര്യം ഇപ്പൊ കയ്യിലോട്ട് വന്നിട്ടില്ല. അത് ആ പാട്ടിലുടനീളം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം മോൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് അങ്കിള് നന്നായിട്ട് അറിയാം. കാരണം നമുക്കും ഇതുപോലെ അടപ്പും ശബ്ദമൊക്കെ അടയ്ക്കുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളും നമുക്ക് ഈസിയായിട്ട് പാടാൻ പറ്റുന്ന സ്ഥലങ്ങൾക്ക് നമ്മൾ എത്തിപ്പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു എത്തിപ്പിടുത്തമായിരുന്നു ഇതിനകത്ത് മൊത്തത്തിൽ. മോൻ്റെ ശ്രുതിയായാലും സംഗതിയായാലും പല സ്ഥലത്തും ടോട്ടലി കേൾക്കുമ്പം പ്രശ്നമില്ല. എങ്കിലും കൃഷ്ണത്തിൻ്റെ ആയിട്ടുള്ള ഒരു ടോട്ടൽ പെർഫോമൻസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും നല്ല സെലക്ഷൻ. അദ്ദേഹത്തിൻ്റെ വരികളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. അത് എന്തൊരു ഭാവനയാണ്. ഈ സെലക്ഷൻ ഓഫ് സോങ്സിൽ ഏകദേശം പകുതി നമ്മൾ ആൾക്കാരെ കയ്യിലെടുക്കും, പിന്നെ പകുതിയാണ് നിങ്ങൾ പാടി ഫലിപ്പിക്കുന്നത്. അതിൽ ഒരു 25% മുൻപ് വന്നുള്ളൂ. ബാക്കി അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേന്. ഏതായാലും വേഗം മരുന്നൊക്കെ കഴിച്ച് ചൂടുവെള്ളം ഗാർഗിൾ ചെയ്ത്. ഗാർഗിൾ ചെയ്യാൻ അറിയോ? എങ്ങനെയാ? ആ അത് തന്നെ, ഗുളുഗുളു. അതിട്ടിട്ട് ഗാർഗിൾ ചെയ്യണം. ഇവനെ പമ്പ കിടക്കും. എന്നിട്ട് അടുത്ത തവണ കൃഷ്ണയത്ത് വന്നിട്ട് പറയും, എന്നാ പിടിച്ചോടാ ഒരു പാട്ടെന്ന് പറയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മോൻ്റെ പാട്ടിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, മോൻ കൊടുക്കുന്ന ഡൈനാമിക്സ് വളരെ നല്ല, ശരിക്കും ആ വരികൾക്ക് വേണ്ടുന്ന ജീവൻ മോൻ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ പലയിടത്തും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡൈനാമിക്സ് ആണ് ഈ പ്രായത്തിൽ കിട്ടാൻ പാട്. അത് മോൻ വളരെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡൈനാമിക്സ് തന്നെ ശ്രുതി ശുദ്ധമായിട്ട് വരുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ, അത് മിസ്സിംഗും ആയിരുന്നു. മോൻ്റെ ഹെൽത്ത് ഇപ്പം ശരിയല്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. അങ്ങനെ ഉള്ള ഒരാളുടെ ഒരു മോൻ്റെ അടുത്ത് ബാക്കി കാര്യങ്ങൾ ക്രിട്ടിക്കൽ ആവുന്നതിൽ ശരിയില്ല എൻ്റെ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ മോൻ കുറച്ചും കൂടിയും നന്നായിട്ട് ഹെൽത്ത് ടേക്ക് കെയർ ചെയ്ത് ഈ ഡൈനാമിക്സിൻ്റെ കൂടെ ബാക്കി മിസ്സിംഗ് ആയ കാര്യങ്ങൾ, ഹെൽത്ത് ഇന്ന് സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മൊത്തത്തിൽ കേൾക്കാൻ വളരെ നന്നായിരുന്നു. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഈ പാട്ടൂടെ കൊണ്ടുവന്നതിൽ ഞാനും എൻ്റെ പ്രത്യേക അഭിനന്ദിക്കുകയാണ്. നമുക്കൊക്കെ സംഭവിക്കണ കാര്യമാണ്. ചുമ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ശ്രുതിയോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സംഗതിയോ ഒന്നും വരാറില്ല. ശരിയാണ്, അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. അടുത്ത തവണ വരുമ്പോൾ അസുഖമൊക്കെ മാറി നന്നായി പാടാൻ പറ്റട്ടെ. താങ്ക് യു സാർ. ചുമയും സംഭവങ്ങളൊക്കെ വരാതിരിക്കണമെങ്കിൽ, അതിൽ ഇമ്മ്യൂൺ ആവണമെങ്കിൽ നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത. മോനെ ജിമ്മിലൊക്കെ പോകാറുണ്ടോ? ജിമ്മിലോ? ആ, എന്തെങ്കിലും കണ്ടാലറിഞ്ഞൂടെ? അല്ല അല്ല, ഇവൻ ജിമ്മിൽ പോകാറുണ്ട്. വേറെ ആൾക്കാർ എക്സസൈസ് ചെയ്യാൻ വരുന്നവർ ഇവനെ എടുത്തിങ്ങനെ ഡംബൽസ്. അല്ല, പക്ഷെ ചില ആൾക്കാർ, ഞാൻ പറയുന്നത് ഈ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ, ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോയി എക്സസൈസ് ഒക്കെ ചെയ്യും. അതറിയോ മോനെ? അതാ ടി വിയിൽ നോക്കും. നമ്മളെ വിസ്താരയിൽ ഇപ്പൊ കാണിച്ചു റെഡി ആയിരിക്കുന്നത് അസുഖമൊന്നും വരാതിരിക്കാൻ പൊളിച്ചെടുക്കുന്നത് കണ്ടില്ലേ? കുറഞ്ഞു നന്നായിട്ട് കുറഞ്ഞു. ഇതാണ് ശ്രീകുട്ടൻ ചേട്ടന്റെ രഹസ്യം. ഇപ്പോഴല്ലേ മനസ്സിലായത്? എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് മനസ്സിലായത് ദീപക് ഏത് റൂട്ടിലാണ് പോണത്. കൃഷ്ണ സാർ, നമ്മളിനി എങ്ങനെ പാട്ട് പഠിച്ചാലും, എല്ലാ ഹൃദയസ്ഥമാക്കിയാലും, എത്ര റിഹേഴ്സൽ എടുത്താലും, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കും. അപ്പം ശരിക്കും ഇപ്പം ബാക്കിൽ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് ഭയങ്കര സ്വരസ്ഥാനങ്ങളൊക്കെ പറയുന്ന ആളും അങ്ങനെ പറയാൻ വേണ്ടി ചില പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിനോടൊപ്പം തന്നെ എന്താ പറയുക, എനർജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളത് ചെയ്യണം. അങ്കിളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗായകൻ, ഇപ്പോഴും അത് തന്നെ മുഹമ്മദ് റാഫി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പം എവിടെ പോയാലും
പുറത്തുനിന്ന് ഒരു സാധനം കഴിക്കില്ല, ചൂടുവെള്ളം അല്ലാതെ വേറെ കഴിക്കില്ല. അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഒരു ഗായകൻ എങ്ങനെയാണ് ഈ സൗണ്ട്, തൊണ്ട ക്ലിയറാക്കി വെക്കാനും അത് പരിപാലിക്കാനും ഒക്കെ എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു ആർട്ടിക്കിളായിരുന്നു അദ്ദേഹം ചെയ്യുന്നത്. എന്നാൽ അതിന് മറ്റൊരു വശവുമുണ്ട്. സിഒ ആൻഡോ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ടായിരുന്നു. നാടക ട്രൂപ്പുകളിൽ കാളിദാസ കലാകേന്ദ്രത്തിൽ പാടിക്കൊണ്ടിരുന്ന ആളാണ്. എങ്ങനെ ഒരു മനുഷ്യൻ്റെ തൊണ്ട ഇല്ലാതാകും എന്നുള്ള പരീക്ഷണമാണ് നാടകം. പകല് മുഴുക്ക യാത്ര, രാത്രി ഫുൾ ടൈം നാടകം. മഞ്ഞ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൊള്ളും. ഒരു ചൂടുവെള്ളവും ഇല്ല, ഒരു തരത്തിലുള്ള ഒരു കെയറും ഇല്ല. ഭക്ഷണം കിട്ടിയാൽ കിട്ടി, ഒരു പ്രിപ്പറേഷനും ഇല്ല. എന്നാൽ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് റുക്കുവാലേന്ന് പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയും, മുഹമ്മദ് റാഫി ഇത്രയും വരത്തില്ല കേട്ടോ. കാര്യം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രഹേളികകളാണ്. ചിലർക്ക് അങ്ങനെ, ചിലർക്ക് ഇങ്ങനെ. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഒരു ഹെൽത്ത് ഒപ്പീനിയൻ. ഇവരുടെ 3 പേരും പറഞ്ഞത് വലിയൊരു ടിപ്പായിട്ട് എടുക്കുക. അതും നമ്മുടെ സംഗീത ജീവിതത്തിന് ഒരു ഭാഗമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ കൃഷ്ണജിത്ത് സർ, തൽക്കാലം ഞങ്ങൾ ഇന്ന് തരുന്ന ഗ്രേഡ് താങ്ക് യു സർ. അടിയൊരു ഇമ്മ്യൂണിറ്റി പൂക്കുറ്റി. Congratulations, you are awarded A. Wow. താങ്ക് യു സർ. കൃഷ്ണു ഇവിടെ വന്നേ. പിന്നെ അമ്മയാണ് വന്നിരിക്കുന്നത്. ആന്റി എന്ത് തോന്നുന്നു? ഫസ്റ്റ് ടൈം അല്ല ആന്റി ഇപ്പൊ അവന്റെ പാട്ട് കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്? സന്തോഷമുണ്ട്. ഇത്രയും വലിയ ജഡ്ജസിന്റെ മുമ്പിൽ പാടാൻ പറ്റിയതിൽ സന്തോഷം, അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മുടെ പഴയ കൃഷ്ണുമായിട്ട് തന്നെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ. ഇനി നമ്മുടെ കുട്ടി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് സെഗ്മെന്റ് ആണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജീനിയസുകൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ചോദ്യം ഇതാ. Which of the following is a characteristic of the energy that remains constant throughout a process? A. Scalar quantity. B. Vector quantity. C. Conserved quantity. D. Physical quantity. അപ്പൊ കൂട്ടുകാർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. 90+ മൈ ട്യൂഷൻ ആപ്പിൽ 10 മണിക്കകത്ത് തന്നെ ശരി ഉത്തരം രേഖപ്പെടുത്തുക. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടി ജീനിയസിന് 5000 രൂപ ക്യാഷ് പ്രൈസ്. 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് കോമ്പറ്റീഷനിൽ ഇന്നലത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി വിജയം കരസ്ഥമാക്കിയ കുട്ടി ജീനിയസ് അമൽ എ. കോഴിക്കോട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ 90+ ചേവായൂർ കാലിക്കറ്റ് ഡീലർ ഹബിൽ വെച്ച് ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങി. പാട്ടിന്റെ വെണ്ണിലാവൊരുക്കി പ്രേക്ഷക മനം കവർന്ന കുട്ടിപ്പാട്ടുകാരുടെ സർഗസന്ധിയിലേക്ക് എത്തുന്നു കൊല്ലത്ത് നിന്ന് മസ്നക്കുട്ടി. വെൽക്കം മസ്ന ഓൺ സ്റ്റേജ്. മണിവാനത്താരം പെണ്ണിൻ മേൽ മിന്നാണേ, താരം പൊന്നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനെ, കതിരോനെ കണ്ണൻ ചെക്ക തോരും വച്ചാനേ, പാമരം പളുങ്ക് കൊണ്ട് പന്നകം കരിമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്ന് കൊണ്ട്. അസ്ന, നമ്മുടെ പുതിയൊരു ആപ്പ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെ പറ്റി കേട്ടായിരുന്നു? കേട്ടു. ഏതാണ്? 90+ മൈ ട്യൂഷൻ ആപ്പ്. ആഹാ, അപ്പൊ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു? ഡൗൺലോഡ് ചെയ്തു. അപ്പൊ അതിൽ ക്ലാസ്സസ് ഒക്കെ ഇതുപോലെ ആനിമേറ്റഡ് രീതിയിലാണ് എടുക്കുന്നത്. അതെ. ആനിമേഷൻ വെച്ചിട്ട് പഠിച്ചു നോക്കിയോ? ഈസി ആണോ? വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ പ്രേക്ഷകരെ ഇനി നിങ്ങളോടാണ് എനിക്ക് പറയാൻ. നമ്മുടെ അസ്നക്കുട്ടി ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് 90+ മൈ ട്യൂഷൻ ആപ്പ് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 5th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് സിലബസ് അടിസ്ഥാനത്തിലാണ് അവർ ക്ലാസ് എടുക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നെറ്റ് യൂസേജ് വരുന്നുണ്ടെങ്കിലും പിന്നീടുള്ള ത്രൂ ഔട്ട് യൂസിന് നമുക്ക് നെറ്റിൻ്റെ ആവശ്യമേ വരുന്നില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ട്യൂഷൻ ഫീസസ് കൊടുക്കില്ലേ, അതിനെക്കാട്ടിലും വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതുകൂടാതെ ടെക്സ്റ്റ് ബുക്കുകളിൽ കുട്ടികൾ എങ്ങനെയാണോ അവരുടെ സിലബസ് പഠിച്ചിരുന്നത് അത് അതുപോലെ തന്നെ, പക്ഷേ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇതുപോലെ ആനിമേറ്റഡ് വിഷ്വൽസിലൂടെയാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരു സിനിമ കാണും പോലെ കുട്ടികൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാത്തവർ വേഗം തന്നെ പോയി 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫസ്നക്കുട്ടി, പാട്ടൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്തു. അപ്പൊ വേറെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? അപ്പൊ ഓൺ എയർ ആയിട്ടുണ്ട്, വേഗം പോയി അടിപൊളിയായിട്ട് പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അസ്ന ബീവി. അസ്ന, എന്താ സർ? ഏത് പാട്ടാ പാടുന്നേ? സീമന്തരേഖയിൽ തകർക്കും അല്ലേ? തകർക്കും. ആ, അതാണ് ഒരാളിന് വേണ്ട ഒരു സംഭവം, അതായത് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇനി എവിടെങ്കിലും പോയാലും പ്രശ്നമില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചോണം, ശ്രുതിയും താളവും. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല പെർഫോമൻസ് ഇതൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ചായ കൂടി ആയാലോ? പിന്നെന്താ, നമുക്കൊരു CTC ചായ കുടിക്കാം. ഓക്കെ. അസ്ന, എന്താ സർ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, താങ്ക് യു. നന്നായിട്ട് പാടി. കാരണം മോക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. നേരത്തെ ഒരു ഗാനമേളക്കാരിയുടെ ഒരു ലക്ഷണത്തിൽ നിന്നേന്ന് മാറി കൂടുതൽ ഡീറ്റെയിലിങ്ങിലോട്ട് വരുന്നുണ്ട്. അതില് ഞാനൊരു വലിയ കൈയടിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ശ്രുതിയും കൂടെ ശരിയായി കഴിഞ്ഞു. ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു, ഒത്തിരി സ്ഥലങ്ങൾ എനിക്ക് വളരെയധികം വളരെ ലയിച്ചു പാടി. പക്ഷേ ശ്രുതി ഉണ്ടല്ലോ, ഇപ്പൊ ആദ്യത്തെ ഹമ്മിങ്ങിനകത്ത് കുറച്ച് ശ്രുതി പോകുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാം നല്ല പെർഫെക്ഷൻ അതിലോട്ട് നടന്ന് നീങ്ങുന്നുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പം അങ്ങോട്ട് പോകും തോറും കൂടുതൽ നമുക്ക് മെച്ചപ്പെടുത്തി പോകാനുള്ള ഒരു കഴിവ് അസ്നയ്ക്കുണ്ട്. താങ്ക് യു സർ. അടുത്ത സോങ്ങിൽ ഞാൻ ശ്രുതി എല്ലാം പക്കയായിട്ട് വന്ന് പാടും. അത് മതി, അതിനൊരു കൂടെ ഒരു കൈയോട്. യെസ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മോളുടെ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോള് പാട്ടിലേക്ക് ശ്രുതിയായിട്ട് അലിഞ്ഞു വന്നപ്പോഴേക്ക് പാട്ട് ഏതാണ്ട് തീരാറായി. അത്രയും ശ്രുതി മോളുടേത് പ്രശ്നമായിരുന്നു. ഇത്തരം പാട്ടുകൾ ശ്രുതി ശുദ്ധമായിട്ട് കേൾക്കുന്നതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അതായിരുന്നു എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. മോളുടെ ബോഡി ലാംഗ്വേജ് ഡെഫിനറ്റ്ലി കുറെയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് സൈൻ. അതിന് സ്പെഷ്യൽ കൈയടി തരാതിരിക്കും. അപ്പൊ ആ മാറ്റം തന്നെ മോളിൽ കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ട് ട്രൈ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വളരെ നന്നായിട്ട് പാടി മോളെ. എനിക്കും തോന്നി ഇന്ന് കഴിഞ്ഞ ഡേ ബൈ ഡേ അല്ലെങ്കിൽ കഴിഞ്ഞ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഓരോ തവണ വരും തോറും നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് മോൾക്ക്. അപ്പോൾ ഇന്നും എനിക്ക് തോന്നിയത് ശ്രുതി പ്രശ്നമാണ്. ഹമ്മിങ് തന്നെ കുറച്ച്, പിന്നെ ബ്രെത്ത് മാനേജ്മെന്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹമ്മിങ്ങിൽ ഫസ്റ്റ് ഹമ്മിങ്ങും ലാസ്റ്റ് പാട്ട് എൻഡ് ചെയ്തതും ബ്രെത്ത് കിട്ടാത്തതുകൊണ്ട് അത് കട്ടായിപ്പോയി. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് മോൾക്കുണ്ടായ പ്രശ്നങ്ങൾ. വളരെ കേൾക്കാൻ നല്ല സുഖമായിരുന്നു, വളരെ കാതിന് നല്ല സൂത്തിങ് ആയിരുന്നു കേൾക്കാൻ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ മോളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ അസ്ന, എന്താ സർ? ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞ ഒരു വാക്ക് 3 പേരും ഇംപ്രൂവ്മെന്റ് എന്നുള്ളതാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് അന്ധവിശ്വാസമുള്ള സ്ഥലമാണ്. പക്ഷേ ഇതൊരു അന്ധവിശ്വാസമാണെന്ന് പറയാനൊക്കത്തില്ല. പല അന്ധവിശ്വാസങ്ങളുണ്ട്, അത് പിൽക്കാലത്ത് ഞാൻ പറയാം. ഈ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ 1-ാം തീയതി, അതായത് ജനുവരി 1-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കാണും, ഷൂട്ടിങ്. അപ്പം 31-ാം തീയതി രാത്രി എവിടെ ഉണ്ടെങ്കിലും വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ആ സിനിമയിൽ ഉണ്ടാവണമെന്നില്ല, ആ സെറ്റിൽ വരും. വേറൊന്നുമല്ല, 12 മണി അടിക്കുമ്പം ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നവവത്സരാശംസകൾ, താങ്ക് യു എന്ന് പറയുന്ന ഒരു ഷോട്ട് പുള്ളി എടുക്കുക. അന്ന് ഫിലിമിനൊക്കെ വലിയ വിലയാണ്, എന്നാൽ പോലും അദ്ദേഹം അത് ഷൂട്ട് ചെയ്യും. 12 മണി രാത്രി AVM സ്റ്റുഡിയോയിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുകയാണ്. എല്ലാവരും വന്നു, അങ്കിളും വന്നു, കയറി നിന്നിട്ട് ഹലോ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഈ കൊല്ലം മുഴുവൻ കലക്കണം എന്നുള്ള അതിനുവേണ്ടി വന്നു. അപ്പോൾ ആ പ്രൊഡ്യൂസറിന് ഭയങ്കര കാശുള്ള പ്രൊഡ്യൂസറെ, അയാൾ പറഞ്ഞു കുറെ കൂടെ ഒരു മോഡിഫിക്കേഷനൊക്കെ വരുത്തണം, കാശൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ബലൂൺ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ബലൂൺ വലിയ അനക്കമില്ല എന്ന് മാത്രമല്ല, എന്തോ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് വന്നിട്ട് ബലൂൺ പൊട്ടിയില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ നിന്നിട്ട് ഈ കൊല്ലം പോക്കാന്നാ തോന്നുന്നു. അത്രയേ ഉള്ളു ഇവര്. പക്ഷേ അത്ഭുതകരമായിട്ട് ആ സിനിമ അത്ര നല്ല ചെയ്തില്ല. അപ്പൊ ഇവര് വിശ്വാസം ഉറച്ച് പിന്നെ ഒരു വലിയ തീരുമാനം ഉണ്ടായി, ഇനി ബലൂൺ പരിപാടി വേണ്ട. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ അസ്നക്കുട്ടി, എന്താ സർ? ഇന്നിപ്പോ ഞങ്ങൾ തരുന്ന ഗ്രേഡ് താങ്ക് യു സർ. അടിപൊളി അസ്നക്കുട്ടി, യു ആർ അവാർഡഡ് A+wow. താങ്ക് യു. അടിയൊരു പൂക്കുറ്റി. വസ്നക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. അസ്ന ട്രിപ്പിൾ വാവ് കടിച്ചു. ഹാപ്പി ആയില്ലേ? ഹാപ്പി. ജഡ്ജസ് പറഞ്ഞു അവര് പറഞ്ഞ കേൾക്കുന്ന ഒരാളാണ് എന്ന്. വീട്ടിലും എങ്ങനെയാ പറഞ്ഞാല്? ഉമ്മ പറഞ്ഞ കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ആണോ ആന്റി? ഞാൻ വിചാരിച്ചു. ഇപ്പൊ നെക്സ്റ്റ് ടൈം ഇനിയും അവര് പറഞ്ഞത് അതൊക്കെ കേട്ടിട്ട് നെക്സ്റ്റ് ടൈം അടിപൊളിയായിട്ട് പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
അഴകിന്റെ മധുരനാദങ്ങൾ വിരിഞ്ഞ സർഗസംഗീത സന്ധ്യയിലേക്ക് എത്തുന്നു അമൃതവർഷിണി. വെൽക്കം അമൃതവർഷിണി ഓൺ സ്റ്റേജ്. അറിയാതെ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതേ പ്രേമത്തിൻ ജീവരഹസ്യം. സ്ലോ മോഷൻ എങ്ങനെ വരുന്നത്? അയ്യോ ഇത് അമൃതം. അമൃതം എന്തുകൊണ്ട് വിശേഷം? സുഖം തന്നെ. അപ്പൊ ആൾക്കാരൊക്കെ എന്ത് പറയുന്നു? ഇപ്പൊ തുടങ്ങിയിട്ട് 2-3 മാസമായില്ലേ? 2 മാസമായില്ലേ? അപ്പൊ ഈ പാട്ടൊക്കെ കേട്ടിട്ട് അമൃതവർഷിണി ഇങ്ങനെ പാടി പ്രശ്നമില്ലാണ്ട് പാടിയെന്നൊക്കെ പറഞ്ഞു എല്ലാരും. പ്രശ്നമില്ല, ഇനി നന്നാവണം അല്ലേ, ഇനി മുമ്പോട്ട് വരണം, കോഴിക്കോടിന്റെ അഭിമാനമാകണം എന്നൊക്കെ പറഞ്ഞല്ലേ. ഏത് പാട്ടായിരുന്നു? ചിലമ്പൊലിക്കാറ്റ്. ചിലമ്പൊലിക്കാറ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. Yeah.
പൊളിച്ചടുക്കി. താങ്ക് യു സർ. അമൃത വർഷിണി, എന്തോ എന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടു. ഓ ഇത്രയും വയറൊക്കെ വെച്ച് ഞാൻ ചാടിയില്ലേ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. മോടെ പാട്ട് ഞങ്ങളെയൊക്കെ തുള്ളിച്ചളഞ്ഞു. താങ്ക് യു സർ. ഒരു വലിയ കൈഡിയായിരുന്നു. പെർഫെക്റ്റ്. യെസ്, പെർഫെക്റ്റ് സിംഗ്. നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഒരു ശ്രീധൻ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഹരിമുരളിയിലെ പാടാന്ന്. എന്തുകൊണ്ടും ടോട്ടലായിട്ട് എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കണ്ണടച്ച് കേട്ടോണ്ടിരിക്കുന്നവർക്കും ഇത് യൂട്യൂബിൽ കാണുന്നവർക്കും ഇതൊരു ട്രീറ്റ് തന്നെ. ബ്യൂട്ടിഫുൾ ട്രീറ്റ്. യെസ്. ശ്രീകുട്ടൻ ചേട്ടാ, ഇന്ന് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ശ്രീകുട്ടൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്നത്തെ ജിമ്മൊന്നും നടന്നില്ല എന്താണെന്നുള്ളത്. ഇപ്പൊ റെഗുലർ ആയിട്ട് പോകുന്ന സംഭവം അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഈ പാട്ടിന്റെ അവസാനം ആ പോയി ജിമ്മിന്റെ കാര്യം ഇവിടെ നടത്തിയിട്ട് വരുന്നു. അതല്ലേ സത്യം പറഞ്ഞ് നടന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. ശ്രീകുട്ടൻ ചേട്ടന്റെ ഡാൻസിനൊരു പ്രത്യേക കൈയടി. മോളുടെ പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഈ പാട്ട് കേൾക്കുമ്പം നമ്മളുടെ ഒക്കെ മനസ്സിൽ ഒരു സന്തോഷം വരാനുണ്ട്. മോൾ ഇന്ന് പാടിയപ്പം ഉദജിയും സുജി ചേച്ചിയും രണ്ടുപേരും കൂടി ഒരുമിച്ച് പാടുമ്പം കിട്ടുന്ന ഒരു ഡുവറ്റ് സോങ്ങിലുള്ള ഒരു ചാം മോൾ ഒറ്റയ്ക്ക് ഇവിടെ വിതൗട്ട് എനി ഫ്ലോ പാടി ഫലിപ്പിച്ചു. സൂപ്പർ. ഈ പാട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. വിദ്യാജിയുടെ കൂടെ സൈഡിലിരുന്ന് ഫുൾ ടൈം ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ള ഒരൊറ്റ കാര്യമുണ്ട്. ഈ പാട്ട് ഞാനൊന്നും പ്രോഗ്രാം ചെയ്തിട്ടില്ല. ഒരു നല്ലൊരു മെലഡിയും കൂട്ടിയുള്ളൊരു പാട്ടാണിത്. അപ്പോൾ ഇത് അടിപൊളിയുടെ ഒപ്പം തന്നെ ആ മെലഡി എൻജോയ് ചെയ്തു. മോള് അതിന് വേണ്ടുന്ന ടച്ചസ് എല്ലാം വളരെ ക്ലീൻ ആയിട്ട് തന്നെ പാടി. വീണ്ടും കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഓസം. അപ്പൊ ഇനി ബാക്കി മധു അങ്കിള് പറയുന്നതായിരിക്കും. ഇത് അമൃതവർഷിണി രാഗം. പേടിപ്പിച്ച് കളഞ്ഞു. അപ്പൊ ഇത് അമൃതവർഷിണി രാഗമാണ്. ഈ പാട്ട് ശുദ്ധ സന്യാസിയിലാണെങ്കിലും ആ സന്തോഷം കൊണ്ട് ഞാൻ അമൃതവർഷിണി പാടിപ്പോയതാണ്. പറഞ്ഞിട്ടൊക്കെ സന്തോഷിക്കും. കറക്റ്റ് സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇതുവരെ. അപ്പൊ എന്തായാലും മോളിന്ന് വളരെ മനോഹരമായിട്ട് പാടി, ഇവിടെയൊക്കെ പൊളിച്ചടുക്കി. ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമൃതവർഷിണിയുടെ ഓപ്പൺ വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റി. ഉദിജിയുടെ വെർഷനും സുജി ചേച്ചിയുടെ വെർഷനും അപ്പോൾ മാറി മാറി. അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ളൊരു ആളാണ് അമൃതവർഷിണി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ്, വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അടിപൊളിയായി, ഇന്നത്തെ കാര്യം സൂപ്പറായി. നമ്മളെല്ലാവരും എണീപ്പിച്ചു, ഡാൻസ് കളിപ്പിച്ചു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. അമൃതവർഷിണി, ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൂടെ ഡാൻസ് ചെയ്തു. അതിനർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഇവിടെ ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചു. അപ്പൊ ഞാൻ വേറെ പല കാര്യങ്ങളുമാണ് പറയാൻ വന്നതെങ്കിലും സാധാരണഗതിയിലും അതും ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് പ്രതീക്ഷിക്കും ഇങ്ങനെയാണെന്ന്. പെട്ടെന്ന് ഇങ്ങനെ ഒരു പിന്നെ രാഗത്തിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചെറിയ കാര്യം ആദ്യം പറയാം. അപ്പം നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട്, നല്ല പാടും, ഗിറ്റാർ വായിക്കും, പക്ഷെ കുറച്ച് വിക്കുണ്ട്. അപ്പം സംസാരിക്കുമ്പോൾ എപ്പോഴാണ് വിക്ക് കയറി വരുന്നതെന്ന് പറയാനൊക്കത്തില്ല. അതൊരു ഡ്രോബാക്ക് അല്ല. അപ്പം നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കും. പാട്ട് പാടുമ്പം വിക്ക് വരത്തില്ല, നല്ല പാടും, പക്ഷേ ഒരു ഗാനമേളയ്ക്കോ അങ്ങനെ ഒരു മത്സരത്തിനോ പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ഗിറ്റാറിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പം ഗിറ്റാർ സ്കൂൾ തുടങ്ങി. ഞാനൊരു ദിവസം അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തെറ്റിയിട്ട് ഒരു സെക്കൻഡ് ശേടാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നെന്ന് വിചാരിച്ച് പേടിക്കൊന്നുമില്ല, ഞാനങ്ങനെ വരട്ടത്തൊന്നുമില്ല, സാവകാശം ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ ഒന്ന് നോക്കിയിട്ട് ഓ. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഹമ്മിങ് തുടങ്ങി അതിൻ്റെ വായിക്കാന്ന് വിചാരിച്ചു. കുറച്ച് സമയം ഓ ഓ ഓ മാധവ മാവൻ വന്നാൽ പേടിക്കില്ല, പിന്നെ ഇയാള്. അപ്പൊ അച്ഛൻ്റെ ഇനിഷ്യൽ ഓ മാധവൻ, ഓയി കിടന്ന് ഒരു റൗണ്ട് അടിച്ച ആള്
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അമൃതവർഷിണി, എന്താ മോള് ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ആംബിയൻസ്, ഒരു എനർജി മോളുടെ പാട്ടുണ്ട്. ഒരു അടിപൊളി പാട്ട് കൊണ്ട് വന്ന് ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത മോൾക്ക് ജഡ്ജസ് പാനൽ ഇന്ന് തരുന്നു ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സർ. അമൃതവർഷിണി. അടിമൂക്കുറ്റി. Congratulations, you are awarded Golden Crown. താങ്ക് യു സർ. ഭീഗി 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 love you love you love you baby ഹായ് ഭീഗി 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 love you love you love you baby അമൃതവർഷിണി എക്സൈറ്റ്മെന്റിലാണോ? ഇവിടെ നിക്ക്, ഞാൻ ചോദിക്കട്ടെ, എന്താണ്? ഒന്ന് കൂളാവ്. സന്തോഷായിട്ട്. ഭയങ്കര സന്തോഷായല്ലേ? പിന്നെ എങ്ങനെ സന്തോഷാതിരിക്കും? ഗോൾഡൻ ക്രൗൺ അല്ലേ കിട്ടിയത് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ് അങ്കിൾ. എന്ത് തോന്നുന്നു? ഗോൾഡൻ ക്രൗൺ കിട്ടി. സന്തോഷായി. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിലും അടിപൊളിയായിട്ടൊക്കെ പാടാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ. അപ്പൊ നമുക്ക് മധുങ്ങളടുത്ത് ചോദിച്ചു നോക്കാം. മധുങ്ങൾ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ് ആരാണെന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ എന്ന് പറയാൻ വേണ്ടിയിട്ട്. മധു അങ്കിൾ. അമൃതവർഷിണി. വെൽക്കം അമൃതവർഷിണി ഓൺ സ്റ്റേജ്. അമൃത കുട്ടിക്ക് GRP നെയ് നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ.